അൻവറിൻ്റെ അജണ്ടകൾ. അൻവറിൻ്റെ ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കാതിരുന്നിട്ടില്ല. അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടി പരിഗണിക്കാതെയും ഇരുന്നിട്ടില്ല. CPIMൻ്റെ 3 സമുന്നതരായ PB അംഗങ്ങളാണ് പരാതികൾ പരിഗണിക്കാമെന്ന് അൻവറിന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നിട്ടും അൻവർ അച്ചടക്കം ലംഘിച്ച് നിരന്തരം പരസ്യ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയതെന്തിന്? ഇത് ചോദിച്ചത് MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ഒരു പരാതി ഉയർത്തി അത് പരിഹരിക്കാൻ മാത്രമാണ് അൻവർ ആഗസ്റ്റ് 29-ന് മലപ്പുറം SP ഓഫീസിലേക്ക് കടന്നു ചെന്നത്. മലപ്പുറം പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഹൗസിലെ മരങ്ങൾ മുറിച്ചു കടത്തി എന്നായിരുന്നു പരാതി. അത് പറയാൻ ആഗസ്റ്റ് 30-ന് പത്രസമ്മേളനം നടത്തി. എന്നാൽ അത് ഒരു പത്രസമ്മേളന പരമ്പരയുടെ തുടക്കമായിരുന്നു. അതുമുതൽ ഇന്ന് വൈകുന്നേരം വരെ അൻവർ 20 വാർത്താ സമ്മേളനങ്ങൾ വാർത്താപ്രവർത്തകരെ കണ്ടതടക്കം നടത്തിയിട്ടുണ്ട്. ഒരു പ്രസംഗവും. ഓരോ തവണയും പരാതികളുടെ എണ്ണം കൂടി വന്നു. കുറ്റാരോപിതരുടെ എണ്ണവും പദവിയും കൂടി വരികയും ഉയർന്നു വരികയും ചെയ്തു. കള്ളക്കടത്ത് സ്വർണം കക്കുന്ന കുറച്ച് പോലീസുകാരോ കള്ളത്തരം കാണിക്കുന്ന ഏതാനും പോലീസ് ഏമാന്മാരോ അല്ല അൻവറിൻ്റെ ആക്രമണ ലക്ഷ്യം എന്ന് വ്യക്തമായി. ഒരു മഹാപ്രസ്ഥാനം തന്നെയാണത്. മിനിഞ്ഞാന്ന് അച്ഛനെ പോലെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെയാണ് ഇന്നലെ അൻവർ ചതിയൻ എന്ന് വിളിച്ചത്. ഇന്ന് പാവങ്ങളുടെ പാർട്ടിക്കും സഖാക്കൾക്കും ഒപ്പം എന്ന് പറയുന്ന അൻവർ നാളെ എന്തു പറയും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മറ്റന്നാൾ അൻവർ പൊതുസമ്മേളനം നടത്തുകയാണ്. 4-ാം നാൾ കോടതിയിലേക്ക് പോവുകയാണ്. നമുക്ക് അൻവറിൻ്റെ അജണ്ടകൾ വെളിപ്പെടുന്നത് കാണാൻ കാത്തിരിക്കാം. ഇന്ന് ഈ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് CPIMൻ്റെ നേതാവ് CS സുജാത, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് PM നിയാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. നമുക്ക് ആദ്യം തന്നെ സുജാതയിലേക്ക് പോവാം. സുജാത, കേൾക്കാമല്ലോ? PV അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം തള്ളുന്നു എന്ന് ഇന്ന് മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. പാർട്ടിയുമായി അൻവറിനുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ബോധപൂർവമായ ഗൂഢാലോചനയാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനാവുന്നത് എന്ന് AK ബാലൻ നിരീക്ഷിച്ചു. അതുപോലെ തന്നെ ഏതോ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, അൻവറിന് കിട്ടുന്നുണ്ട് എന്ന് TP രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. CPIMൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. കളിപ്പാവ എന്നതു മുതൽ ചട്ടുകം എന്നതുവരെയുള്ള ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങൾ, നിരീക്ഷണങ്ങൾ ഒക്കെ അൻവറിൻ്റെ മേലെ ഉയർന്നിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അൻവർ ഇങ്ങനെ ഒരു നില എടുത്തിട്ടുള്ളത് എന്നതും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അൻവറും പാർട്ടിയും ഇനി ഒരു ബന്ധവുമില്ല. പക്ഷേ ഇനി അൻവറും പാർട്ടിയും തമ്മിൽ ഇനി എന്താണ് ഉണ്ടാവുക? എന്താണ് CPIM നേതൃത്വം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സുജാത. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാട് ഇന്ന് പത്രസമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹവും കൃത്യമായി തന്നെ അൻവർ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുകയുണ്ടായി. അങ്ങിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ CPIMൻ്റെ നേതാക്കന്മാരെല്ലാവരും അൻവറിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അൻവറിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ MLA ആയ ആളാണ്. അങ്ങനെയുള്ള ഒരാൾ സ്വീകരിക്കേണ്ട മര്യാദയും രീതികളുമൊക്കെയുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി അംഗം കൂടിയാണ്. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. 20ഓളം വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതിലൂടെയെല്ലാം നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന CPIMനും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ജനത ഒരു തുടർ ഗവൺമെൻറ്റിന്
അനുമതി കൊടുത്തത്, അവസരം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് CPIM ആണ്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തികച്ചും ആസൂത്രിതമായി ശ്രീ അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിന് പരാതി കൊടുത്തു, പാർട്ടിക്ക് പരാതി കൊടുത്തു. എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അൻവർ കൊടുത്ത പരാതി അത് വളരെ കൃത്യമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പാർട്ടിക്ക് കൊടുത്ത നടപടി പരാതി, ആ പരാതിയെ സംബന്ധിച്ചും വളരെ കൃത്യമായി പാർട്ടി പരിശോധിക്കുകയുണ്ടായി. അദ്ദേഹം രണ്ടാമത് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഇത് സൂചിപ്പിക്കുകയുണ്ടായി. ആ പരാതിയെ സംബന്ധിച്ചും വളരെ വിശദമായി പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവുമായി ഒരു ചർച്ചയ്ക്ക് പാർട്ടി തീരുമാനിച്ചത്. അത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പുറമെ ശ്രീ വിജയരാഘവൻ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. അവർ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, പാർട്ടി സെക്രട്ടറി തന്നെ സംസാരിച്ചപ്പോൾ 3-ാം തീയതിയാണ് അദ്ദേഹം അതിന് സമയം കൊടുത്തത്. സ്വാഭാവികമായിട്ടും സെക്രട്ടറിയുടെ മുമ്പിൽ 3-ാം തീയതി ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എൻ്റെ ഭാഗം പാർട്ടിയോട് ഞാൻ പറയും എന്ന് പറഞ്ഞ ശ്രീ അൻവറാണ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി പാർട്ടിക്ക് ബോധ്യം വന്നു, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും ബോധ്യം വന്നു. അദ്ദേഹം മറ്റാരുടെയോ പ്രേരണയ്ക്ക് വിധേയമായി. ശരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഒരുപറ്റം മാധ്യമങ്ങളും പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരക്കാരുടെ കയ്യിലെ കളിപ്പാവയായി ശ്രീ അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അൻവറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും ഇതിനകം തന്നെ ബോധ്യപ്പെട്ടു. ശ്രീ അൻവർ മനസ്സിലാക്കേണ്ടത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ഒരുപാട് ധീര രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്ന തുടുത്ത ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് 10,000-കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ന് അധികാരത്തിലിരുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടി അൻവർ ആയിട്ടില്ല. കാരണം പാർട്ടി പ്രവർത്തകർക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കറിയാം ഈ പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാവണം. അൻവറിന് അറിയില്ല ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം അൻവർ വന്ന വഴി വേറെയാണ്. അൻവർ കോൺഗ്രസിൽ നിന്നാണ് വന്നത്. കോൺഗ്രസിൽ നിന്ന് വന്ന് പിന്നെ DIC ആയി. അതിനുശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പറ്റുകയും ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് എങ്ങനെയാണ്, അത് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തനം നീക്കുന്നത്, അത് 57-ലെ ഗവൺമെൻറ് അങ്ങേക്ക് കൃത്യമായിട്ടറിയാം. 57-ലെ മഹാനായ EMS നേതൃത്വമുള്ള ഗവൺമെൻറ് വരുന്നത് എങ്ങനെയാണ്, ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് മുമ്പ് 56-ൽ നടന്ന പാർട്ടിയുടെ തൃശ്ശൂർ സമ്മേളനം അംഗീകരിച്ച ഒരു പ്രമേയമുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ഭരണം കിട്ടിയാൽ ആ ഭരണം എങ്ങനെയായിരിക്കണം, കൃത്യമായി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കി ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് 57-ലെ ഗവൺമെൻറ് ഭരണം ആരംഭിച്ചത്. തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കൃത്യമായ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, 1-ാം പിണറായി ഗവൺമെൻറ് പ്രകടന പത്രികയിലൂടെ പറഞ്ഞ 600 കാര്യങ്ങളെന്ന് അവർ പറയും. 2-ാം പിണറായി സർക്കാർ അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന 900 കാര്യങ്ങൾ ഉള്ള പ്രകടന പത്രിക. അങ്ങനെ ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെൻറ് ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ വളരെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാമെന്ന് അൻവർ ധരിക്കുന്നതെങ്കിൽ അത് അൻവറിന് ഈ പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊന്നും അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അൻവറിൻ്റെ ഓരോ ദിവസവും നടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അൻവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, ആ പ്രശ്നത്തോട് എങ്ങനെയാണ് CPIM സമീപനം സ്വീകരിച്ചത്, ആ പ്രശ്നത്തെ എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെൻറ് കണ്ടത്, മുഖ്യമന്ത്രി എങ്ങനെയാണ് കണ്ടതെന്നെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൃത്യമായി എടുക്കേണ്ട നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെൻറ്റിന് ഒരു കുറ്റവാളിയെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല.
കുറ്റവാളികളെ ആരെയും സംരക്ഷിച്ചിട്ടില്ല. അവരെത്ര ഉന്നതനായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻറ് അറിയാം. അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു തുടർ ഗവൺമെൻറ്റിലേക്ക് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ അൻവറിൻ്റെ ഉദ്ദേശം ഇടതുപക്ഷത്തെ ആക്രമിക്കുക, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ ആക്രമിക്കുക, മുഖ്യമന്ത്രിയെ ആക്രമിക്കുക. എന്തിനാ ഈ റിയാസിനെതിരെ ഈ ആരോപണം എല്ലാം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ റിയാസിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? റിയാസ് നേരെ ഒരു ദിവസം മന്ത്രിയായി വന്ന ആളാണോ? റിയാസ് SFIയിലൂടെ വന്നു, DYFIയിലൂടെ വന്നു, DYFIയുടെ നേതാവായി സമരത്തിൽ പങ്കെടുത്തു, ആക്രമണങ്ങളേറ്റു, ജയിലിൽ പോയി, അങ്ങനെ പടിപടിയായി വളർന്ന ഒരു ചെറുപ്പക്കാരനല്ലേ, ഒരു സമർത്ഥനായ മന്ത്രിയല്ലേ, പാർട്ടിയുടെ നേതാവല്ലേ. എന്തിനാ ഈ രൂപത്തിൽ ആക്രമിക്കുന്നത്? അപ്പോൾ അൻവറിൻ്റെ ഉദ്ദേശം വേറെയാണ്. ആ ഉദ്ദേശം എന്തായാലും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. പാർട്ടി വളരെ കൃത്യമായി തന്നെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ നിലപാട്. കാരണം പാർട്ടിയല്ല ആദ്യം പറഞ്ഞത്, അൻവറാണ്. അൻവറിന് ആവശ്യത്തിനുള്ള സമയം കൊടുത്തു. അൻവർ പറഞ്ഞത് കേട്ടു. അൻവറിൻ്റെ പരാതി സ്വീകരിച്ചു. ഗവൺമെൻറ് ഉചിതമായ നടപടി കൈക്കൊള്ളുന്നു. പാർട്ടി കൃത്യമായ നിലപാട് അഭിപ്രായം കൃത്യമായി പറഞ്ഞു. തുടർന്ന് ചർച്ചയ്ക്ക് വെച്ചു. അങ്ങനെ പാർട്ടി അൻവറിന് സമയം കൊടുക്കാതിരുന്നില്ല. വളരെ ക്ഷമയോടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയത്. എല്ലാ ജനാധിപത്യ മര്യാദയും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഇവിടെ അൻവറാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഞാൻ ഇനി ഇടതുപക്ഷത്തോടൊപ്പമില്ല, ഞാൻ ഇനി CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല, ഞാൻ പ്രത്യേകം ഇരിക്കാൻ തീരുമാനിക്കുന്നു, എനിക്കൊരു ബന്ധവുമില്ല, വളരെ മോശപ്പെട്ട രൂപത്തിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയുമെല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് ശ്രീ അൻവർ മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് CPIMന് ഈ രൂപത്തിലൊരു നിലപാടെടുക്കേണ്ടി വന്നിട്ടുള്ളത്. വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ CPMൻ്റെ നിലപാട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഇന്ന് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളോട്, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളോട് ഞങ്ങൾ ഈ കാര്യങ്ങളകത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ പാർട്ടിയെ അങ്ങനെ ഒരു അൻവറിനൊന്നും അങ്ങനെ തകർക്കാനേ കഴിയില്ല. അൻവറിനൊരു തെറ്റിദ്ധാരണയുണ്ട്. അൻവർ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ, 4 ചീത്ത പറയുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ തകർന്നു പോകുന്നതാണ് ഈ പാർട്ടി. അങ്ങനെയൊന്നും ഈ പാർട്ടിയെ തകർക്കാൻ കഴിയില്ല. ഒരുപാട് പേര് ഈ പാർട്ടിയെ തകർക്കാൻ സുജാത, ഞാൻ ചോദിച്ചോട്ടെ, പക്ഷേ അൻവറിന് ഒരു നീണ്ട ചരട് പാർട്ടി അനുവദിച്ചു കൊടുത്തു എന്ന് ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരീക്ഷകർക്കെങ്കിലും തോന്നുന്നുണ്ട്. അൻവറിൻ്റെ ആദ്യത്തെ, ഞാൻ പറഞ്ഞതുപോലെ ആഗസ്റ്റ് 29-ന് അദ്ദേഹം ഈ പോലീസ് ക്യാമ്പിലേക്ക് മലപ്പുറത്തെ കടന്നു ചെല്ലുന്നത് ഈ വെട്ടിമുറിച്ച് മാറ്റിയ മരങ്ങളുടെ കുറ്റി കാണണം എന്നാവശ്യപ്പെട്ടു. ആ ഒരു മരം മുറി ഒരിടത്തുണ്ടായാൽ ഒരു MLAക്ക് അതിൽ ഇടപെടാൻ ഇത്തരത്തിലുള്ള വീരസാഹസികത നാടകങ്ങളുടെ ഒന്നും കാര്യമില്ല. അങ്ങനെ അദ്ദേഹം കടന്നു ചെന്നു. ആ ഓഫീസിന് മുമ്പിൽ അദ്ദേഹം കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 30-ാം തീയതി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിളിച്ചപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഫോൺ അടക്കം എടുത്തില്ലെന്ന് പിന്നീടും വ്യക്തമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് 20 പത്രസമ്മേളനങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് 30 മുതൽ ഈ ദിവസം വരെ ഉള്ള അത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംഘടനയെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഒരു വീരാരാധനയുടെ തോക്കിൻ മുനയിൽ ഈ പാർട്ടിയെ നിർത്താനുള്ളൊരു ശ്രമമാണ് അൻവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാവുമോ? അങ്ങനെയല്ലേ ഉണ്ടായത്? അൻവറിന് കൊടുത്ത ആനുകൂല്യം, കടുത്ത സംഘടനാ ചിട്ടകളുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെല്ലാവർക്കും അറിയാം. അത് സൈനിക ചിട്ടയാണ്, യാന്ത്രിക ചിട്ടയാണ് എന്ന ആക്ഷേപത്തിന് പോലും ഇരയായിട്ടുള്ള ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയ്ക്കുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ പറയാമല്ലോ, ഏറ്റവും വലിയ ആനുകൂല്യമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം പാർട്ടിയെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തി എന്ന് വരെ നമുക്ക് പറയാവുന്ന നിലയുണ്ട്. എങ്ങനെ പറയും? ഇത്തരം നിരീക്ഷണങ്ങൾ, ഇത് പലയിടത്തുനിന്ന് ആയി സമാഹരിക്കുന്ന നിരീക്ഷണങ്ങളാണ്. ഇത്തരം നിരീക്ഷണങ്ങളോട് പാർട്ടി നേതൃത്വം എന്താണ് പ്രതികരിക്കുക? ശ്രീ ചന്ദ്രശേഖർ, അങ്ങേക്കറിയാം, CPM ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക്
അവർക്കൊരു വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ മുമ്പിൽ പരാതി പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതിൻ്റേതായിട്ട് രീതിയുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും എല്ലാം നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തും. പാർട്ടി കറക്റ്റ് ചെയ്യാനുള്ള അവസരവും കൊടുക്കും. ഇവിടെ ശ്രീ അൻവർ അദ്ദേഹം MLA ആണ്. അദ്ദേഹം കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർലമെൻ്ററി പാർട്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ചില വിഷയങ്ങൾ അദ്ദേഹത്തിന് അതിൽ ചില ക്ലാരിറ്റി ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തി. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകുന്നത്, പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുന്നത്. അപ്പോഴെല്ലാം അൻവറിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ രീതിയും സ്വഭാവവും എല്ലാം മനസ്സിലാകുന്ന ഏതൊരാൾക്കും അൻവർ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പരമാവധി പരിഗണന അൻവറിന് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ വളരെ കൃത്യമായി അൻവർ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴും പരാതി കൊടുത്തപ്പോഴുമൊക്കെ കൃത്യമായി മറുപടി കൊടുത്തു. ഉചിതമായി അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ഗവൺമെൻറ് കൃത്യമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അതാണല്ലോ ഇപ്പോൾ ചിലർ പറയത്തില്ലേ, നിങ്ങൾ അവരെ അങ്ങ് ഇതിനകത്ത് നിന്നെല്ലാം തള്ളി ചാടിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട്ടുവെന്ന്. ഇവിടെ അങ്ങനെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണം ആർക്കും നടത്താൻ കഴിയില്ല. ആ MLAക്ക് കൃത്യമായി എന്താ ചവിട്ടി പുറത്താക്കി എന്ന് പറയാൻ അൻവറിനെ കേട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. ആർക്കും പറയാൻ കഴിയില്ല. അത് അൻവറിനെ താലോലിക്കുന്ന മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയില്ല, വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് പറയാൻ കഴിയില്ല. അൻവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിരുന്നു. അവിടെ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നമ്മൾ പിന്തുണ കൊടുത്തു, ജനപ്രതിനിധിയായി. അദ്ദേഹം നമ്മുടെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആണ് ഈ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം തിരിച്ചു വരാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ് എത്തിയിട്ടുണ്ട്. നിയാസ്, താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഒന്ന് ഇന്നത്തെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടിരിക്കും, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേട്ടിരിക്കും. ഒപ്പം അതിനോടുള്ളൊരു പ്രതികരണം. ഒപ്പം ഞാൻ ചോദിക്കുകയാണ്, പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇദ്ദേഹം PV അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പിന്തുണയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ അൻവറിനെ UDF ആവശ്യമില്ല എന്ന് UDF കൺവീനർ MM ഹസൻ കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല അൻവറിനെ എന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നു. എന്താണിത്? കൊതി കൊണ്ട് നോക്കി നിൽക്കാതെയും വയ്യ, പേടികൊണ്ട് എടുക്കാനും വയ്യ എന്നൊരു നിലയിൽ ആണോ പ്രതിപക്ഷം ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്? അഡ്വക്കേറ്റ് നിയാസ്. നോക്കൂ, പ്രതിപക്ഷത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി PV അൻവറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അദ്ദേഹത്തിന് ഏറെ കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് അദ്ദേഹത്തിന് അൻവറിൻ്റെ കോൺഗ്രസ് ബന്ധം മനസ്സിലായിട്ടുള്ളത്. കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെന്നല്ലേ പറഞ്ഞത്? കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിലാണ് വന്നത് എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അല്ല കേക്ക്, അതായത് കോൺഗ്രസ് പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ വൃത്തികേടുകൾ കാണിക്കാം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വ്യംഗ്യാർത്ഥം ആണല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ആളുകളെ ഏത് തല്ലിപ്പൊളിയാണെങ്കിലും അവരെ എല്ലാം പിടിച്ചു കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്താനുള്ള, ലീഗിൽ നിന്ന് പുറത്താക്കിയവരെ പിടിച്ചു കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്താനുള്ള നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ തടസ്സമൊന്നുമില്ല. അൻവർ പറഞ്ഞതേക്കുറിച്ചോ അല്ലെ അൻവർ പറയാത്തതിനെക്കുറിച്ചോ അല്ല. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിയമസഭയിലും പുറത്തും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അൻവറും പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ട ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അത് ഏറ്റുപറയേണ്ടി വന്നു. സെപ്റ്റംബർ മാസം 4-ാം തീയതി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ADGP RSS നേതാക്കന്മാരെ കണ്ടിരുന്നു. അന്ന് നിങ്ങളുടെ മറുപടി എന്തായിരുന്നു? RSS നേതാക്കന്മാരെ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു.
പിന്നെ നിങ്ങൾ പറഞ്ഞു RSSകാരെ കണ്ടാൽ എന്താ, സ്പീക്കർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, റിയാസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു. ഇപ്പം എന്തേ നിങ്ങൾ ഉരുണ്ട് കളിക്കുന്നത്? ഒന്നിന് പിറകെ ഒന്നായി കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് അറിയാതെയെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു, ഇവിടെ പോലീസിൻ്റെ ഒത്തുകളി കൊണ്ടാണ് ഇവിടെ തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ കുറേ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ കെട്ടിക്കൊണ്ടുപോയി ഒരു കൊട്ടാരം ഉണ്ടാക്കി. ആ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയൊക്കെ തനിസ്വരൂപം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. വിശേഷണത്തിന്റെ താഴെ തന്നെയാണോ PV അൻവർ എന്ന പേര് നിങ്ങൾ എഴുതുന്നത്? ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ UDF ചന്ദ്രശേഖര ഞാനിതൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ADGPയും ശശിയും ഇദ്ദേഹം പറയുന്ന ചില വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ കൂട്ടുനിൽക്കാനാവില്ല എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം വേണ്ടാത്തരം പറഞ്ഞ് ചെയ്യുന്ന ഈ ആളാണെന്നും കൊള്ള നടത്താൻ വേണ്ടി അവരെ കൂട്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പുലമ്പുകയാണെന്നാണ് അദ്ദേഹം വ്യംഗ്യാർത്ഥത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് കേരളത്തിലെ സമൂഹത്തിന് മുമ്പാകെ കേരളത്തിലെ മുഖ്യമന്ത്രി അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഇപ്പോൾ അൻവർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അൻവർ ഇന്നല്ലല്ലോ മറുപടി പറയുന്നത്. കഴിഞ്ഞ 19-20 ദിവസമായി അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. കേരളത്തിലെ ADGPക്കെതിരെ പറഞ്ഞു, P ശശിക്കെതിരെ പറഞ്ഞു, മലപ്പുറം SP-ക്കെതിരെ പറഞ്ഞു, ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ പറഞ്ഞപ്പോൾ, അൻവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മടി? എന്തേ നിങ്ങൾക്ക് അൻവർ എഴുതി തന്നാൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞ ഗോവിന്ദൻ ഇന്ന് എവിടെ പോയി? അൻവർ എഴുതി തന്നപ്പോൾ അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു, അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ CS സുജാത എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ വലതുപക്ഷ നിലപാട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങളിപ്പോൾ അൻവറിൻ്റെ സാക്ഷ്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നേരത്തെ അറിയാം. പക്ഷേ കേരളത്തിലെ ജനസമൂഹം പ്രതിപക്ഷം പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കൊതിക്കറവുകൾ കൊണ്ടാണ്, ഞങ്ങൾക്ക് അധികാരത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രയും ദിവസം അലക്കിയിട്ട് ഭിത്തിയിൽ തേച്ചൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു സാധാരണ പ്രവർത്തകൻ ഈ സൈബർ പോരാട്ടം നടത്തുന്ന ഏതെങ്കിലും പോരാളി ഷാജിമാരെങ്കിലും ഇവിടെ വന്നോ? ഇപ്പോൾ മരുമോനായ മന്ത്രി റിയാസ് അല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവസാനത്തെ അസ്ത്രം ഉപയോഗിച്ചപ്പോഴാണ് ഗോവിന്ദ മാഷ് ഒന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തേ ഗോവിന്ദ മാഷിക്ക് നേരത്തെ പറയാൻ പറ്റാത്തത്? എന്തേ CS സുജാതയ്ക്ക് നേരത്തെ പറയാതിരുന്നത്? എന്തേ ഇവരൊക്കെ മാളത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഒളിച്ചു പോയതെന്തേ? കേരളത്തിലെ സാധാരണക്കാരനായ മുഴുവൻ CPM-കാരനും ഇടതുപക്ഷക്കാരനും നിങ്ങളെ ഘടകകക്ഷികളും ഇതൊക്കെ പുറത്ത് പറയണമെന്ന് അവരുടെ അടക്കി ഒടിച്ച ആഗ്രഹങ്ങളാണ് ഇന്ന്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് അദ്ദേഹമായിട്ട് ഉന്നയിക്കുന്നതല്ല, പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. PV അൻവർ പറഞ്ഞ ഓരോ കാര്യവും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഇത്രയും നീണ്ട ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ടും മുഖ്യമന്ത്രിയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് അൻവറിനെതിരായ പ്രതികരണങ്ങൾ വേണ്ട രീതിയിൽ വന്നത് എന്നും പറഞ്ഞു. നിങ്ങളെല്ലാവരും സുജാതയെ പേരെടുത്ത് പറഞ്ഞു, മാളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. മറുപടി ശ്രീ നിയാസ്, ഞങ്ങൾക്കതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയല്ല നിങ്ങളുടെ പാർട്ടിയുടെ രീതി. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹൈക്കമാൻഡ് ഒരാളെ കെട്ടിയിറക്കുന്ന പോലൊന്നും അല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റിയുടെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അറിയാൻ വയ്യാമെങ്കിൽ അതൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ പാർട്ടി ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് പരാതി കൊടുക്കാം. ആ പരാതി ഞങ്ങൾ വിശദമായി പരിശോധിക്കും. ആ പരാതി വിശദമായി പരിശോധിച്ച് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കും. ഇവിടെ അൻവർ ഒരു പരാതി ഉന്നയിച്ചു, പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞോ ഈ പരാതി ഞങ്ങൾ പരിശോധിക്കില്ല എന്ന്? നിങ്ങളുടെ പാർട്ടിയുടെ രീതി ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാതി കേട്ടു. ആ പരാതിയിന്മേൽ വിശദമായിട്ടുള്ള പരിശോധന ഞങ്ങൾ നടത്തുന്നു, ഗവൺമെൻറ് നടത്തുന്നു. പാർട്ടിക്ക് അദ്ദേഹം കൊടുത്ത പരാതി, ആ പരാതിക്കകത്തിൽ കൂടുതൽ കാര്യവും സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ ഒരു പരിശോധന നടത്തുന്നുണ്ട്, ആ തീരുമാനം വരട്ടെ. പിന്നെ പാർട്ടിക്ക് തുടർന്ന് എന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും. ആദ്യത്തെ പരാതിക്കകത്തിൽ ശശിയെക്കുറിച്ച് പറയുന്നില്ല.
രണ്ടാമത് അദ്ദേഹം നടന്ന പരാതി ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ അദ്ദേഹവുമായി വിശദമായിട്ടൊരു ചർച്ചയ്ക്കും തീരുമാനമെടുത്തു. അത് ഞങ്ങളുടെ രീതിയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയാണ്. പരാതി ആളുകൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ കൃത്യമായി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങളല്ലാതെ മറ്റൊരു രൂപത്തിൽ പരാതി ചവിട്ടിക്കൂട്ടി ദൂരെ എറിയുന്ന രീതിയല്ല. പിന്നെ ഞങ്ങൾക്കങ്ങനെ ഭയമുണ്ട്, പ്രതികരിക്കാൻ ഞങ്ങൾക്കാർക്കും ശേഷിയില്ല എന്നൊന്നും അങ്ങ് പറഞ്ഞു കളയല്ലേ. കാരണം വളരെ കൃത്യമായി പ്രതികരിച്ചു തന്നെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ അങ്ങ് പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്. ശ്രീ നിയാസ്, ഞാൻ എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, അതായത് നിങ്ങൾ എത്രയോ കാലമായി ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ പറഞ്ഞതെല്ലാം അന്ന് പറഞ്ഞല്ലേ, സ്വർണ്ണക്കടത്തും പോലീസും മറ്റതും മറിച്ചും എല്ലാം നിങ്ങൾ പറഞ്ഞതല്ലേ. നിങ്ങൾ എന്തെല്ലാം ആരോപണം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനെതിരെ ചൊരിഞ്ഞു? അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായില്ല. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ഗവൺമെൻറ്. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഒരു തുടർ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഞങ്ങൾ 99 സീറ്റ് വാങ്ങിച്ച് കേരളത്തിൽ അധികാരത്തിൽ വന്നു. അത് കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അവർക്കറിയാം ഈ പാർട്ടിയിൽ വിശ്വാസമുണ്ട്. ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള എല്ലാ പണിയും നിങ്ങൾ നോക്കിയില്ലേ നേരത്തെ? ഇപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങളിവിടെ പറഞ്ഞല്ലോ BJPയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ ശക്തമായൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ? ഈ ഗവൺമെൻറ്റിനെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കുന്നു കേന്ദ്രം? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങളാണോ BJPയെ സഹായിക്കുന്ന RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണെന്ന് പറഞ്ഞത് KPCCയുടെ പ്രസിഡൻ്റ് അല്ലേ? ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചെറുതാക്കി കണ്ടാലും ഇവിടുത്തെ ജനങ്ങൾ ചെറുതായി കാണില്ല. യെസ് സുജാത, തിരിച്ചു വരാം. ജയചന്ദ്രൻ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഗസ്റ്റ് 29-ാം തീയതിയാണ് മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചു എന്ന ആരോപണവുമായി അൻവർ രംഗത്ത് വരുന്നത്. ആ ഒരു ആരോപണമല്ല, പിന്നീട് 20 വാർത്താ സമ്മേളനങ്ങൾ, 20 തവണ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു. ഓരോ ദിവസവും എന്ന പോലെ പുതിയ പുതിയ പരാതികൾ അദ്ദേഹം ഉയർത്തി. പുതിയ ആളുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ഉയർന്ന പദവിയിലുള്ള ആളുകൾ പരാതിക്ക് ഇരയാകുന്നവരായി. ഇത്തരത്തിൽ ഒരു പ്രത്യേകത അൻവറിൻ്റെ ആ ഒരു പരാതി ഉന്നയിക്കലിൽ ഉണ്ടായിരുന്നു. ഇത് താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇത് വെച്ച് അൻവറിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളുടെ, അൻവറിൻ്റെ പരാതി ഉന്നയിക്കലിൻ്റെ ഒരു ആകത്തുക, അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതത്തിൻ്റെ ആകത്തുക എന്താണ്? ഇപ്പോഴദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണം മുതൽ അദ്ദേഹത്തിന് AKG സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ ജഡം കൊണ്ടുവന്നില്ല എന്നതു മുതൽ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ റിയാസിനെ വരെ, ആ ബന്ധം കൂടി വെച്ചുകൊണ്ട് റിയാസിനെ വരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംസാരത്തിലേക്ക് പോയി. മറുനാടൻ്റെ ഒരൊറ്റ വീഡിയോ പോലും അൻവർ വിട്ടുകളയാറില്ല എന്നാണ് അതിൻ്റെ എഡിറ്ററായ നടത്തിപ്പുകാരനായ ഷാജൻ സ്കറിയ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടത്. കഴിഞ്ഞ 8 വർഷമായി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഷാജൻ സ്കറിയ പറയുന്ന എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി എണ്ണി പറഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ ഉയിര് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത എതിരാളിയായി നമ്മളെല്ലാവരും കരുതിയിരുന്ന ഷാജൻ സ്കറിയ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരാതികളുടെ സ്വഭാവം എന്താണ്? ആ പരാതിയെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് വിലയിരുത്തുക? ജയചന്ദ്രൻ. NBC, താങ്കളുടെ ചോദ്യം അതിലേക്ക് എൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നിയാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പ്രതികരിക്കാനുണ്ട്. നിയാസ് പറഞ്ഞത് ഈ മാസം 4-ന്, സെപ്റ്റംബർ 4-നാണ് VD സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ടാണ് ADGP ദത്താത്രേയയെ കണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ വാദത്തിന് വേണ്ടി അത് സതീശൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ പിറ്റേന്ന് അൻവർ മറുപടി പറഞ്ഞില്ലേ? എല്ലാവരും കേട്ടില്ലേ? എന്താണ് അൻവർ പറഞ്ഞത്? അതുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൻവർ പറഞ്ഞത്, ഞാൻ പറയാനിരുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം ഞാൻ പറയാനിരുന്നതാണ്, അത് മനസ്സിലാക്കിയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ പരിപാടി നടത്തിയത്
ഏത് ഇങ്ങനെ പറഞ്ഞതെന്ന്. എന്നിട്ട് അൻവർ പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും RSSും ഈ ADGP കൂടെ ചേർന്നാണ് തൃശ്ശൂർ പൂരം കലക്കിയതെന്ന് തനിക്ക് വിവരം അറിയാം, അതിന് തെളിവുകളും കയ്യിലുണ്ട്. ആരാണ്? സാക്ഷാൽ PV അൻവറാണ് പറഞ്ഞത്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് പറഞ്ഞത്. പക്ഷെ ഇത് മനസ്സിലാക്കിയ സതീശൻ തലേ ദിവസം ഇങ്ങനൊരു ദുരാരോപണം കൊണ്ടുവരികയായിരുന്നു എന്ന് പറഞ്ഞതും ഇതേ അൻവറാണല്ലോ. അതൊന്ന്. രണ്ടാമത് NBC മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്. 2018 ഡിസംബർ 1 അന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ കോഴിക്കോട് യൂത്ത് ലീഗിന്റെ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എന്താണെന്ന് അറിയുമോ? പിണറായിയുടെ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിൽ പോയി. കേഴ്സി കാളാണല്ലോ, പോകണമല്ലോ. ചെന്ന് തിരിച്ചു വന്ന ഉടനെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പിണറായി ഒരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തത്? ലോക്നാഥ് ബെഹ്റയെ DGP ആക്കി. അതാണ് പിണറായി ചെയ്തത്. ആര്? നരേന്ദ്രമോദി പറഞ്ഞിട്ട്. അതിന്റെ കാര്യം എന്താണ്? അതും പറഞ്ഞു മുല്ലപ്പള്ളി. അതിന്റെ കാര്യം, ഇസ്രത് ജഹാൻ കേസിൽ 2004 വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം ഉണ്ടല്ലോ, ഇസ്രത് ജഹാൻ കേസിൽ നരേന്ദ്രമോദിയെ അമിത്ഷായെയും കുറ്റവിമുക്തരാക്കുന്ന നടപടി സ്വീകരിച്ച ആള് അന്ന് NIA തലവനായിരുന്ന, NIA കേസ് അന്വേഷിച്ച NIA തലവനായിരുന്ന ബെഹ്റയാണ്. ഇത് തനിക്കറിയാവുന്നത്, താനെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നുകൊണ്ടാണ് ആ ഫയൽ താൻ കണ്ടിട്ടുണ്ട്. ഇതാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. പക്ഷെ വസ്തുത എന്താണ്? ഇസ്രത് ജഹാൻ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT ആണ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. SIT ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് പ്രാണേഷ് പിള്ള എന്ന കക്ഷി മറ്റേ ഇതായിട്ട് മുസ്ലിം നാമധാരിയായി വേഷം മാറുന്നുണ്ട്, മാവേലിക്കരക്കാരൻ. അയാളുടെ അച്ഛൻ സുപ്രീം കോടതിയിൽ പോയിട്ടാണല്ലോ CBIയുടെ അന്വേഷണത്തിന് ഉത്തരവ് സമ്പാദിക്കുന്നത്. അപ്പോൾ SITയുടെ അന്വേഷണവും CBIയുടെ അന്വേഷണമേ ഇസ്രത് ജഹാൻ കേസിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി എന്താ പറയുന്നത്? NIA തലവനായിരുന്ന ബെഹ്റ ഇവരെ കുറ്റമുക്തരാക്കി കൊടുത്തെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് പിണറായി വല്ല മറുപടി പറയാൻ വന്നോ? നിയാസ്, CPIഎമ്മിൽ ആരെങ്കിലും മറുപടി പറയാൻ വന്നോ? കൈരളി കൂടെ ഞങ്ങൾ ആരെങ്കിലും മറുപടി പറയാൻ വന്നോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോ വയനാട്ടില് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ADGP അജിത് കുമാർ പോയാണ് ഓഗസ്റ്റ് 10-ന് നരേന്ദ്രമോദി അവിടെ വന്നപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ചെന്നത്. അത് എന്താണ്? ഈ ഉള്ളിലുള്ള അന്തർധാരയാണ്. ഒരു ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിക്കണ്ടേ മിനിമം. ഈ അജിത് കുമാർ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിയും PGയും പഠിച്ചത് ജിയോളജി ആയിരുന്നു, റാങ്ക് ഹോൾഡർ ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സെസ്സില് ഭൗമശാസ്ത്ര പഠന കേന്ദ്രം സയന്റിസ്റ്റ് ആയിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് പോകുന്നത്. അങ്ങനെ സയന്റിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തി ADGP ആയപ്പോൾ അദ്ദേഹത്തിന്റെ വൈഭവം, ആ രംഗത്തുള്ള വൈഭവം കൂടെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്ന് കരുതുന്നത് ശരിയാണോ തെറ്റാണോ അന്തർധാരയാണോ? പറയണ്ടേ അത്? അപ്പൊ എന്തും പറയാം. എന്താണ് പ്രശ്നം? പിണറായിയെ കൂട്ടിക്കെട്ടണം എങ്ങോട്ട്? ഇത് RSSന് അന്തർധാര. അത് കേരളത്തിൽ വില പോകില്ല, എത്രയോ പ്രാവശ്യം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് കോൺഗ്രസിന്. ഇത് മാത്രമാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ പറ്റാത്തത് എന്താണെന്നറിയാമോ? വേറൊരു ചർച്ച നടന്നല്ലോ. KNA ഖാദർ CPM അല്ല, LDF അല്ല, ലീഗിന്റെ MLA ആയിരുന്നല്ലോ 2022. അന്ന് കോഴിക്കോട്ടെ കേസരി ഭവനിൽ, നിയാസിനൊക്കെ അറിയാവുന്ന സ്ഥലമല്ലേ, കേസരി ഭവനിൽ ബുദ്ധന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹ പ്രതിമ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഇദ്ദേഹം സംസാരിക്കാൻ പോയി. അത് KNA ഖാദർ. ഉടനെ സംഘീവൽക്കരണത്തിന്റെ ആക്ഷേപം എടുത്തിട്ട് നമ്മൾ ഓർക്കുന്നില്ലേ? അന്നും നമ്മളാരും അതിനുവേണ്ടി KNA ഖാദർ സംഖ്യയാണെന്നുള്ള വ്യാഖ്യാനിക്കാനൊന്നും ആരും ചെന്നിട്ടില്ല. പക്ഷെ തൊട്ട് പിന്നാലെ അടുത്ത സാധനം വന്നു. ബാലഗോകുലത്തിന്റെ ഉദ്ഘാടനത്തിന് കോഴിക്കോട് മേയർ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ബാലഗോകുലം. ഉടനെ കോൺഗ്രസ്സുകാർ ചാടി തുള്ളി ഇറങ്ങിയില്ലേ? അന്തർധാര. എന്തൊരു രാഷ്ട്രീയ ബോധ്യമാണ് ഇതൊക്കെ കാണിക്കുന്നത്. അവര് ബീന ഫിലിപ്പ് മേയർ, കൊച്ചി മേയർ, കോഴിക്കോട് മേയർ അന്തർധാരയുടെ ആളാണോ നിയാസ്? നിങ്ങളിത് എത്ര ദിവസം ചർച്ച ചെയ്തില്ലേ? അപ്പൊ അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പൊ വരുന്നത്.
അതിന്റെ തുടർച്ച തന്നെയാണ്. ഇപ്പൊ അൻവറിന്റെ ഇന്നത്തെ പത്രസമ്മേളനം ബാക്കി ഈ 20 ബാക്കിയൊക്കെ ഞാനങ്ങ് വിടുന്നു, ഇന്നലത്തെ അടക്കം വിടുന്നു. ഇന്നത്തെ മാത്രം പറയാം. എന്താണ് പ്രശ്നം? മുസ്ലിങ്ങൾക്ക് രക്ഷയില്ലത്രേ കേരളത്തില്. അതിന് ഭംഗിയായിട്ട് മറുപടി പറഞ്ഞ ഒരു പഴയ കോൺഗ്രസ് DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, 40 കൊല്ലം മുമ്പ് CPM ചേർന്ന CK ഹംസ. ഭംഗിയായിട്ട് കൈരളിക്കൂടെ രാവിലെ മറുപടി പറഞ്ഞു കൊടുത്തല്ലോ, ഇല്ലേ? എന്താണെന്നുള്ളത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അടക്കമാണ് അദ്ദേഹം ചോദിച്ചത്. വല്ല മറുപടി പറയാനുണ്ടോ നിയാസിനടക്കമുള്ള കോൺഗ്രസ്സുകാർക്ക് കേരളത്തോട്? എന്തെങ്കിലും പറയാനുണ്ടോ? ജയചന്ദ്രൻ, കേരളത്തിലെ മുസ്ലിം സമുദായം. ഞാൻ നിയാസിന്റെ മറുപടി എടുത്തിട്ട് വരാം. അഡ്വക്കേറ്റ് നിയാസ്, ഇത് അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? അദ്ദേഹം ദീർഘമായ ഉദാഹരണങ്ങൾ വെച്ചിട്ട് പറയുന്നത് അപ്പോ പ്രതിപക്ഷത്തിന് ഒരു രാഷ്ട്രീയ സിദ്ധാന്തമുണ്ട്. CPIM BJPയുടെ കൂടെ നിൽക്കുന്നു, അന്തർധാര ഉണ്ട് എന്നുള്ള ആ സിദ്ധാന്തത്തിലേക്ക് കണ്ടതും കടിയതും കൂട്ടിച്ചേർക്കുകയാണ്, യാന്ത്രികമായി കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാം ദിവസങ്ങൾക്കകം പൊളിഞ്ഞു വീഴുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്നാണ് അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനായ M ജയചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. നിയാസിന്റെ പ്രതികരണം നോക്കൂ. എനിക്ക് ജയചന്ദ്രൻ്റെ മറുപടി പറഞ്ഞതിന് മുമ്പ് CS സുജാത പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ഇത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹേ, നിങ്ങൾക്ക് എന്തറിയാം ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് മുമ്പ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണെന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ ഞാനൊരു കാര്യം CS സുജാതയോട് വളരെ തുറന്നു പറയാം. CS സുജാത ഇന്നും ഇന്നലെയല്ല, ഇവിടെ ഞാനല്ലല്ലോ, ഇവിടെ ചന്ദ്രശേഖരൻ പറഞ്ഞല്ലോ, ആഗസ്റ്റ് 29 മുതൽ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഒന്നിന് പിറകെ ഒന്നായി എഴുതി കൊടുത്തതിന് ഒന്നിന് പിറകെ ഒന്നായി ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി കൃത്യമായി P ശശിക്ക് ക്ലീൻ ഷീറ്റ് കൊടുത്തു, ADGPക്ക് ക്ലീൻ ഷീറ്റ് കൊടുത്തു, ഇല്ലേ? കൊടുത്തില്ലേ? ഒരു പത്തനംതിട്ട SPയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രം നടപടിയെടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്തിനു വേണ്ടി? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. രണ്ടാമത്തത്, ലോക്നാഥ് ബെഹ്റയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. അത് ഇപ്പോൾ അയാൾ ഇറങ്ങിയപ്പോൾ വീണ്ടും കൊടുത്തല്ലോ പദവി, ഞങ്ങളാരുമല്ലല്ലോ. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് BJPയുമായി ഒരു ബന്ധവുമില്ല, 44 തവണ മാറ്റിവെച്ചത്, അത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് വയറിളക്കം പിടിക്കും, എല്ലാ ദിവസവും പനി പിടിക്കും CBIൻ്റെ വക്കീലിന്. എന്താ കാരണം? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ലാവലിൻ കേസ് എല്ലാ ദിവസവും CBIയുടെ ആ കേസ് വരുമ്പോൾ മാത്രം പനിയും അദ്ദേഹത്തിന് വയറിളക്കം പിടിക്കുക ആണല്ലോ. ഞാനൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ CS സുജാതയും പറഞ്ഞു വെച്ചത് എന്താ? അതുപോലെ ജയേന്ദ്രൻ പറഞ്ഞു വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ തീവ്ര നിലപാടെടുക്കുന്നു. ഞാൻ വെല്ലുവിളിയോട് ചോദിക്കാം, ഈ രണ്ടാമത്തെ തവണ ഏറെ കൊല്ലമായല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഇന്ന് വരെ നിങ്ങൾ അവിടെ സമരം നടത്തിയല്ലോ, കേന്ദ്രത്തിൽ സമരം നടത്തിയ എന്തിനെതിരാ? കേരള ഗവൺമെൻറ്റിനോടുള്ള കേരളത്തോട് കാണിക്കുന്ന പക്ഷപാതത്തിനെതിരായി ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എടുത്ത് വായിച്ചു നോക്കണം CS സുജാത, ഒന്ന് കേൾക്കണം ജയേന്ദ്ര. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തവണ പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പേര് ഉച്ചരിച്ചില്ല. പേടിയാണ്. BJP എന്ന പേര് പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പുതിയൊരു പേര് കൊണ്ടുവന്നു, യൂണിയൻ ഗവൺമെൻറ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് സമരം നടത്തുമ്പോൾ നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിൻ്റെ പേര് പറയാതെ യൂണിയൻ ഗവൺമെൻറ് എന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയാൻ തുടങ്ങിയത്? കേരളത്തിലെ UPA സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്നത്തെ മൻമോഹൻ സിംഗിനെയും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിമാരെയും പേരെടുത്ത് വിമർശിച്ച CPM പാർട്ടിയും മുഖ്യമന്ത്രിയുമായ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ പിണറായി വിജയൻ പേരേന്ദ്രയുടെ പേര് പറഞ്ഞ് ഇന്ന് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് കൊടുത്തു എന്ന് പ്രിയപ്പെട്ട ജയചന്ദ്ര, അങ്ങക്ക് വലിയ വിശാലമായ അറിവാണല്ലോ. 2018 മുതൽ അല്ലെ 2016 മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിച്ച് ഒരൊറ്റ പ്രസ്താവന BJPക്കെതിരായി മുന്നോട്ട് പോയിട്ടുണ്ട്? ജയചന്ദ്രൻ പറഞ്ഞതിന് കൂടി എനിക്ക് മറുപടി പറയണം. ജയേന്ദ്രൻ പറഞ്ഞതിന് കൂടി ചന്ദ്രശേഖരന്റെ ബുദ്ധിയാണ്. ചന്ദ്രശേഖരന്റെ ബുദ്ധിയാണത്. അത് ചന്ദ്രശേഖരൻ രാഷ്ട്രീയത്തിലെ വലിയ ഒരാൾക്കെതിരെ ആക്ഷേപം വരുമ്പോൾ
അല്ല കേക്ക് അയ്യോ, ഞാൻ അല്ല എനിക്കെതിരെ രണ്ടാള് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങ് മാന്യനാണെങ്കിൽ അല്ല കേക്ക് അങ്ങ് എനിക്കെതിരെ CS സുജാത പറഞ്ഞപ്പോ മറുപടി പറയാൻ അങ്ങ് സമ്മതിച്ചില്ലല്ലോ. നേരെ അങ്ങ് സുജാതയ്ക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തമാണ് കേക്ക് കേക്ക് ഞാനൊന്ന് അങ്ങേക്ക് മറുപടി പറയാം. ഞാനൊരു കാര്യം പറയാം. മറുപടി പറയാൻ അനുവദിച്ചു. ദത്താത്രേയ റായിയെ കുറിച്ച് ഇനി എന്താണ് മറുപടി പറയൂ. ദത്താത്രേയ ഞാൻ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് സെപ്റ്റംബർ 4 കുറിച്ച് പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു മിനിറ്റ് ഇവിടെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. അതേപോലെ ഞാൻ പറയാനിരുന്നതായിരുന്നു എന്ന് അൻവർ പറഞ്ഞപ്പോൾ അതിലൊരു ഒരു ഒരു പുതിയ കാര്യം കൂട്ടി ജയചന്ദ്രൻ വരിക. ജയചന്ദ്ര കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അത് രമേശ് ചെന്നിത്തല ആണെങ്കിലും അത് VD സതീഷാണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു MLA ഒന്നും ഡീറ്റെയിൽസ് വേണ്ട. ഞങ്ങളിവിടെ ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞു വന്നതും പറയാതെ വന്നതും ഒക്കെ ഇന്ന് ഞങ്ങൾ പറഞ്ഞതാണല്ലോ നിങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന അൻവർ. അതെന്താ പറയാത്തത്? നിങ്ങളുടെ പാർട്ടിക്കാരെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ നിയമസഭയിലും പുറത്തും പത്രമാധ്യമങ്ങൾക്ക് മുമ്പാകെയും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയുകൊണ്ട്. അതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ വൈഭവത്തെക്കുറിച്ച് പറഞ്ഞു. അത് വൈഭവം ഞങ്ങൾക്കറിയാം. അത് കേരളത്തിലെ ലോക്നാഥ് ബെഹ്റയുടെ വൈഭവവും ഞങ്ങൾക്കറിയാം. ADGP അജിത് കുമാറിൻ്റെ വൈഭവവും അറിയാം. ആ വൈഭവം തന്നെയാണ് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വൈഭവം ഏത് രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് BJPക്കുമുള്ള പാലമുണ്ടാക്കുവാൻ തൃശ്ശൂരിൽ നമ്മുടെ പ്രിയപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള വൈഭവം അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഭവം ഞങ്ങൾക്കറിയാം. കേരളത്തിലെ CPMൻ്റെ CS സുജാത ഒഴിച്ച് കേരളത്തിലെ ഒരു CPMകാരനും ഇന്ന് വരെ പറയാത്ത കാര്യങ്ങളാണ് ഈ വൈഭവം. അവർക്കാർക്കും പിടികിട്ടിയിട്ടില്ല. ശശിയുടെ വൈഭവം ആർക്കും പിടികിട്ടിയിട്ടില്ല. ലോക്നാഥ് ബെഹ്റയുടെ വൈഭവം ഞങ്ങൾക്ക് ആരും വൈഭവം അത് നിങ്ങൾ പറയുന്ന വൈഭവം ആർക്കും പിടികിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ കേരളത്തിലെ ജനത വിശ്വസിക്കുന്ന വൈഭവമാണ് BJPയുമായുള്ള പാലമുണ്ടാക്കുവാനുള്ള പരിപാടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുജാത താങ്കൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. ശ്രീ നിയാസെ BJPയുമായി സന്ധി ചെയ്യേണ്ട ഒരാവശ്യവും CPIMനില്ല. ഞങ്ങളുടെ ഉശിരന്മാരായിട്ടുള്ള 218 സഖാക്കളെ കൊലക്കത്തിക്കിരയാക്കിയ പ്രസ്ഥാനമാണ് BJPക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? BJPക്കെതിരെ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം. നിങ്ങളുടെയൊക്കെ ചർച്ചയിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ ലാവലിൻ കേസ്, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇതൊക്കെ ആരോട് പറയാനാ? തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമല്ലേ അങ്ങ് ഈ ചർച്ചയിലൂടെ ഉന്നയിച്ചേ? ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എങ്ങനെയാണ് BJP ഞങ്ങളുടെ പാർട്ടിയെ കാണുന്നത്, ഞങ്ങളെ ഏത് രൂപത്തിലാണ് ദ്രോഹിക്കുന്നത്. CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടി അവർ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നു, സർക്കാരിനെ ഏതെല്ലാം രൂപത്തിൽ ഞെക്കിക്കൊല്ലുന്നു, ഗവൺമെൻറ്റിനെ ഏതെല്ലാം രൂപത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നു, അതിന് ഗവർണർമാരെ ഉപയോഗിക്കുന്നു, സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം എതിരായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും UDF തയ്യാറായിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങളും BJPയും തമ്മിലുള്ള ധാരണ ആർക്കറിഞ്ഞുകൂടാത്തത്? അത് ഇന്നലെ തുടങ്ങിയതാണോ? ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുണ്ടായിട്ടുള്ള കോലീബി സഖ്യം ഈ കേരളം ഒരുപാട് ചർച്ച ചെയ്തല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടെ? ഇന്ന് നിങ്ങൾ നോക്കിക്കോ, കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സൊസൈറ്റികളിലും എല്ലാം നിങ്ങളും BJPയോടും ചേർന്നല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ ആരുടെ വോട്ടാണ് കുറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഞങ്ങളുടെ വോട്ടാണോ കുറഞ്ഞത്, നിങ്ങളുടെ വോട്ടാണോ കുറഞ്ഞത്? വിശദമായി നമുക്കൊരു ചർച്ചയിലേക്ക് അതിപ്പോൾ പോകാൻ സമയമില്ല, പിന്നീട് നമുക്ക് പോകാം. അപ്പം BJPയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, കോൺഗ്രസ് ആണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ ചോദിച്ചോളാം, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നത് ആരാ? ശ്രീ K സുധാകരനല്ലേ പറഞ്ഞത് ഞാൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന്? RSSനും BJPക്കും വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണ രാജ്യത്തെ ജനങ്ങൾക്ക്, പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ അങ്ങ് പറഞ്ഞു അല്ലല്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. ഈ പാർട്ടിയെ സംബന്ധിച്ച് നന്നായി ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം.
കാരണം ജനങ്ങൾക്ക് അവരുടെ താങ്ങും തണലുമായി നിൽക്കുന്നത് ഈ പാർട്ടിയാണ്. ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. അത് ഞങ്ങളെ വിമർശിക്കാൻ അധികാരം ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ പോരായ്മ മനസ്സിലാക്കി ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുന്നു. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് വിഷമവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവരോട് തന്നെ ഇതെല്ലാം പങ്കുവെക്കും. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഞങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ജനങ്ങൾ പരാജയപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു. ജയചന്ദ്രൻ, താങ്കളോട് നേരത്തെ നിയാസ് ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് ജയചന്ദ്രൻ. ഈ നിയാസ് പറഞ്ഞ ഒരു കാര്യത്തില് ശക്തിയായി പറയാനുണ്ട്. എന്താണെന്നറിയാമോ? NPC അദ്ദേഹം മറ്റ് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന മറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധികളെ പോലെ തന്നെ, വക്താക്കളെ പോലെ തന്നെ അദ്ദേഹവും രാഷ്ട്രീയ പ്രസംഗം, ഒരു കവല പ്രസംഗം നടത്തുന്ന പോലെയാണ് കാര്യങ്ങൾ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ടെന്നേ പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് എങ്ങനെ ചർച്ച ചെയ്യണം തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞ ലാവ്ലിൻ കേസ് തന്നെയാണ്. 2006 മാർച്ച് 1 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗ്, രാവിലെ 9 മണിക്ക്. ആ ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ലാവ്ലിൻ കേസ് CBIക്ക് വിടാനുള്ള തീരുമാനമെടുക്കുന്നത്. ഉച്ച കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വന്നു. ആ സമയത്തെ ഇലക്ഷൻ്റെ പോയി CBI സ്പെഷ്യൽ കോടതി തീരുമാനിച്ചു. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല, പെട്ടെന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ്. 2013 നവംബർ 5 വിധി വരുന്നത്. CBI പ്രത്യേക കോടതി തിരുവനന്തപുരം പിണറായി വിജയനെ കേസിൽ നിന്ന് സമ്പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുകയാണ്. ചാർജ് ഷീറ്റിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയാണ്, കുറ്റപത്രത്തിൽ നിന്ന് കുറ്റവിമുക്തനാക്കുക. അത് കഴിഞ്ഞ് CBI ഇതിനെതിരെ ഇവിടെ പോയി ഹൈക്കോടതിയിൽ. 2017 ഒക്ടോബർ 22 ഹൈക്കോടതിയും അത് ശരിവെച്ചു, CBI കോടതിയുടെ. പിന്നീടാണ് സുപ്രീം കോടതി പോകുന്നത്. ഇപ്പോഴവിടെ 40ാമത്തെ തവണയാണെന്നുള്ളതാണോ ആക്ഷേപം. എൻ്റെ സാറേ, അഡ്വക്കേറ്റ് ശ്രീ PM നിയാസെ, നിലനിൽക്കാത്ത ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? CBI കോടതി പറഞ്ഞു, അത് ഹൈക്കോടതി അംഗീകരിച്ചു. പിന്നെ സുപ്രീം കോടതി ഇത് എങ്ങനെ എടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? സുപ്രീം കോടതിയിൽ ഇത് എടുപ്പിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? അന്ന് ഇത് ചെയ്തപ്പോ പ്രശ്നോത്തരം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്ന് ഇത് സംഭവിച്ചപ്പോ CBI കോടതി വിധി വന്നപ്പോ മുഴുവൻ BJPക്കാരും പറഞ്ഞത് ദേശീയ ഗവൺമെന്റിലെ, യൂണിയൻ ഗവൺമെന്റിലെ UPA നേതൃത്വവും CPIഎമ്മിന് വേണ്ടി പിണറായി വിജയനുമായിട്ടുണ്ടാക്കിയ അന്തർധാരയാണിത്. BJPക്കാർ പറഞ്ഞതാണ് ലാവ്ലിൻ കേസിലെ വിധി. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവര് പറയുന്നത് എന്താ? നിയാസ് അടക്കം പറയുന്നത് എന്താ? അഡ്ജസ്റ്റ് അന്തർധാരയാണെന്ന്. നമ്മൾ ഈ ചർമ്മബലത്തെ കുറിച്ച് ചോദിച്ചു പോകുന്നത് വെറുതെ അല്ല കേട്ടോ. എങ്ങനെ ചോദിക്കാതിരിക്കും? അതൊന്ന്. അത്ര ഞാൻ പറയുന്നുള്ളൂ അതിനെപ്പറ്റി. മറ്റൊന്ന്, 2022 ഒക്ടോബറിൽ, ഞാനത് പല ചാനലുകളും ചർച്ച ചെയ്തിട്ടുള്ള കേസാണ്, BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ഒരു പ്രമേയം പാസ്സാക്കുന്നു. കേരളമാണ് അജണ്ട, അതിലാണ് പ്രമേയം. ആ പ്രമേയത്തിൽ പറയുന്നത് കേരളത്തിൽ BJPക്ക് വളരണമെങ്കിൽ മറികടക്കേണ്ടത് UDFനെ അല്ല, LDFനെയാണ്, CPIഎമ്മിനെയാണ്. 2022 ഒക്ടോബറിലെ നാഷണൽ എക്സിക്യൂട്ടീവ് BJP, ഭുവനേശ്വറായിരുന്നു ആ വർഷം എക്സിക്യൂട്ടീവ്. അപ്പൊ അതിനുശേഷം കൃത്യമായിട്ട് ആ അജണ്ട സെറ്റ് ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അത് കാണാൻ കോൺഗ്രസിന് കണ്ടില്ലെങ്കിലും LDF, പ്രത്യേകിച്ച് CPM വ്യക്തമായിട്ട് അതിന് കാണുന്നുമുണ്ട്, ജനങ്ങൾക്കിടെ പ്രചരിപ്പിക്കുന്നുമുണ്ട്, മറികടക്കാൻ ആവശ്യമായ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടത്തുന്നുമുണ്ട്. അതങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അൻവറിനെ പോലുള്ള വൈതാളികന്മാർ വന്നിട്ട് ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. UDFിലേക്കുള്ള പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ. അതിന്റെ വിശദവിവരങ്ങൾ പിന്നീട് പറയും. ചർച്ച സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. വിശദവിവരങ്ങൾ പറയാം. ഏതായാലും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പോലീസിൽ, ആഭ്യന്തര വകുപ്പിൽ ഒരു ഇസ്ലാമോഫോബിക് നില ഉണ്ട് എന്ന് വരുത്തി തീർക്കലാണ് അൻവറിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കേരളത്തിൽ ഏതായാലും ആ പരിപ്പ് വേവില്ല. അത് വ്യക്തമായിട്ടും കേരളത്തിലെ 28% വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന് വലിയ അറിവുണ്ട്. അങ്ങനെ അടർത്തിക്കൊണ്ടുപോയി പുതിയൊരു മുന്നണി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ UDFന് പുതിയൊരു പാലം പണിയാൻ ഒക്കെ നോക്കിക്കോട്ടെ. അതിനുള്ള അവകാശമൊക്കെ
അയാൾക്കുണ്ട്, ഇതൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും CPM-നെ സംബന്ധിച്ചോളം ഇനി 99 MLA മാരില്ല, 98 MLA ഉള്ളൂ LDF-ന്. അതാണ് CPM സ്റ്റേറ്റ് സെക്രട്ടറി ഡൽഹിയിൽ വ്യക്തമാക്കിയത്. 98 MLA കേരളത്തിൽ LDF-ന് ഇനി ഉള്ളൂ. 99 ആയിരുന്നല്ലോ ഈ കക്ഷി. ഇനി വേണ്ട, അയാൾക്ക് LDF-നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നേരം തീരുമാനിച്ചു വേണ്ടാന്ന്. അത്രേ ഉള്ളൂ കാര്യവും. ശരി ജയേന്ദ്രൻ, മടങ്ങി വരാം. നിയാസ്, താങ്കളുടെ അന്തിമ വാദമുഖങ്ങൾ പെട്ടെന്ന്. ഞാൻ എനിക്ക് 4 മിനിറ്റ് എന്ന് അങ്ങ് പറഞ്ഞത് അത് ഞാൻ ഓർമ്മിപ്പിക്കാനാണ്. 8:52 എൻ്റെ വാച്ചിയുടെ സമയം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം തുറന്നു പറയാൻ, ജയേന്ദ്ര ആടിനെ പട്ടാക്കി പട്ടിനെ പേപ്പട്ടിയാക്കുന്ന നിങ്ങളുടെ മാർക്സിസ്റ്റ് നിലപാട് ഇനി അധികകാലം പോവില്ല. ഇത് തന്നെയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും. അവിടെ കെട്ട് പൊട്ടിച്ച് പോയത് മുഴുവനും കോൺഗ്രസിലേക്കോ ഒന്നുമല്ല, BJP-യിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. അങ്ങ് 2022 RSS താങ്കളുടെ പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ CPM-നെതിരായി തീരുമാനമെടുത്തു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ADGP-ക്ക് പുതിയ ദൗത്യം കൊടുത്തിരിക്കുന്നത്. ആ ദൗത്യമാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പൂർണ്ണമായും സംരക്ഷിച്ചു പോരുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായത്തിൽ ഞങ്ങൾ അതെന്നാ പറയുന്നത്. പിന്നെ അജണ്ട, ആ BJP-ക്ക് ഉള്ള അജണ്ട, ആ അജണ്ടയാണ് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ, ഈ BJP നമ്മുടെ സുജാത പറഞ്ഞു ഒരു കാര്യം, BJP-ക്കെതിരെ ആരാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, BJP-ക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നേർക്ക് നേരാണ്. അത് രാജസ്ഥാനാവട്ടെ, മധ്യപ്രദേശ് ആവട്ടെ, ഗുജറാത്ത് ആവട്ടെ, അതുപോലെ ഹരിയാനയിലാവട്ടെ, നേർക്ക് നേരെ ഞങ്ങളുടെ പോരാട്ടമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, നിങ്ങൾ വലിയ രീതിയിൽ പ്രസംഗിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇന്ത്യയുടെ CPM മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് 24 ദിവസം മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. രാജസ്ഥാനിലടക്കം നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടല്ലോ. തെലുങ്കാനയിൽ ഞങ്ങളുടെ മുന്നണിയായി നിങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ മുന്നണിയായി നിങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞില്ലല്ലോ. എന്താ പറയാത്തത്? എന്തേ നിങ്ങൾ മക്കളും പേരക്കുട്ടികളും ഭാര്യയും ഒക്കെയായി അങ്ങ് മലേഷ്യയിലേക്കും അങ്ങ് ഫിലിപ്പൈൻസിലേക്കും ഒക്കെ പോയല്ലോ. എന്തേ ഒരു മാസക്കാലം ഈ പോവാൻ ഇന്ത്യയിൽ പ്രചരണം നടക്കുമ്പോൾ BJP-ക്കെതിരെ ശക്തിയുക്തം വാദിക്കുന്ന ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുഖ്യമന്ത്രി എന്തേ ഒരു അക്ഷരം കേരളത്തിന് പുറത്ത് അന്ന് കന്യാകുമാരി പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന തമിഴ്നാട് പോയിട്ടോ പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നിങ്ങളുടെ അന്തർധാര കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊരു കാര്യം പറയാം, ഈ അൻവറിനെ കുറിച്ച് ഇപ്പോൾ എന്തൊക്കെ വാക്കുകളെ ഉപയോഗിച്ച് ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നില്ല. ഇതേ ചങ്ങാതി കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് നിങ്ങൾ തുകില് കൊട്ടി പാടിയല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി CPM-ഉം. DNA ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇതേ വ്യക്തി പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു നേതാവും അദ്ദേഹത്തെ പിന്തുണച്ചില്ല, എക്സെപ്റ്റ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന് മരുമോനല്ലാതെ കേരളത്തിലെ ഗോവിന്ദ മാഷ് പോലും അത് ഒന്നും പറഞ്ഞില്ല. പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ, അങ്ങയുടെ ഈറ്റപ്പുലിയായ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ ഈറ്റപ്പുലിയായ നമ്മുടെ അൻവറാണ്. അന്ന് അൻവറിനെ സംരക്ഷിക്കുവാൻ, അന്ന് അൻവറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അൻവറിൻ്റെ വിദേശത്തെ ഇടപാടുകളും വിദേശത്തെ കാര്യങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ സംരക്ഷിച്ചത് ആരായിരുന്നു? ഇതേ മുഖ്യമന്ത്രി. ഇന്ന് നിങ്ങൾക്ക് എന്നാണ് നമ്മുടെ അൻവർ ഇത്ര അനഭിമതനായി പോയത്? മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞപ്പോൾ, അത് ADGP-ക്കെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അൻവർ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ്. അത് അൻവർ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ മാത്രമല്ല, 2-ാം തീയതി ജലീൽ പറയാൻ പോവാണ്. ഇനിയൊരു 4 മിനിറ്റ് സുജാത. എല്ലാവരും പറയാൻ പറയണം. ഒന്ന് ഈ ശ്രീ നിയാസ് ഇവിടെ ചർച്ചയിൽ നിയാസ് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തികൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ അവസാന സമയത്ത്, ആ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള തിരിച്ചടി അവർക്ക് കൊടുത്തത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം കുറേ ന്യായമൊക്കെ പറഞ്ഞല്ലോ, BJP-ക്കെതിരെ ഒന്നും പറയുന്നത്. അദ്ദേഹത്തിനും എന്തറിയാം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്.
അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്, അദ്ദേഹം ഓരോ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. BJPക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും അതിൻ്റെ മുഖ്യമന്ത്രിയും അതിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമാണ് സഖാവ് പിണറായി വിജയൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ചർച്ചയിൽ ഈ രൂപത്തിലുള്ള ആക്രമിക്കുകയും അപവാദമൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് ക്ഷീണിച്ചു പോകുന്ന കരുതുന്നത് ഒരു ചുക്കും സംഭവിക്കത്തില്ല. വളരെ സമർത്ഥമായി അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളെ ഈ ഗവൺമെൻറ് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞല്ലോ ഈ ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തൽ ഞങ്ങൾക്ക് ഒരു പങ്കുണ്ട്. ഞങ്ങളുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് ആ മുന്നണി രൂപീകരണത്തിലുണ്ടായ പങ്കിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞു നേർക്കുനേരെ ഞങ്ങളാണ് ഏറ്റുമുട്ടിയത്. നേർക്കുനേരെ നിങ്ങൾ BJPയുമായി ഏറ്റുമുട്ടി എല്ലാ സംസ്ഥാനത്തും നിങ്ങൾ പുറകിൽ പോയി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന സ്ഥലത്താണ് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം കൃത്യമായി തന്നെ അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും. പിന്നെ ഒരു കാര്യം അൻവറിനെ സംബന്ധിച്ച് അൻവർ കരുതുന്നത് അൻവർ ഇങ്ങനെ ചോദ്യമാണ് സുജാത പറയാം വളരെ കൃത്യമായി ഈ കേരളത്തിൽ ഞങ്ങൾ അഭിമാനത്തോട് തന്നെ പറയുന്നുണ്ടല്ലോ ഈ രാജ്യത്തൊരു ബദൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കാരണം BJPക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് മുഴുവൻ നടന്ന പ്രചരണത്തിൽ അഭിമാനത്തോടെ ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ തകർക്കാൻ അൻവറിനെ ഉപയോഗിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരു അൻവർ വിചാരിച്ചാൽ തകരുന്നതല്ല ഈ പാർട്ടി, ഇവിടുത്തെ ഗവൺമെൻറ്, അതിൻ്റെ മുഖ്യമന്ത്രി എന്ന് നല്ല ബോധ്യം കേരളീയ സമൂഹത്തിനുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും നന്നായി ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതിനെ സമർത്ഥമായി നയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. നന്ദി സുജാത. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് PM നിയാസ്, M ജയചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ ഫലപ്രദമായ തീവ്രമായ ഒരു രാഷ്ട്രീയ ചർച്ച തന്നെയാണ് ഇവിടെ നടന്നത്. അല്പമൊക്കെ വഴിതെറ്റി മറ്റ് വിഷയങ്ങളിലേക്ക് പോയെങ്കിലും അത് ഇത്തരം ചർച്ചകളിൽ സ്വാഭാവികമാണ്. ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്.